ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു ക്രൈം സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു തമിഴ് സിനിമയാണ്. സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരാളെ കാണാതാവുന്നതും പിന്നെ അതിന് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ അയാളുടെ ഭാര്യ വരികയാണ്. അപ്പോൾ നമ്മുടെ നായകൻ പോലീസ് ഓഫീസറായിരിക്കും. അദ്ദേഹം ഈ ഒരു കാണാതായത് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിനിടയിൽ ഒരു പെൺകുട്ടിയുടെ കൊലപാതകവും നടക്കുകയാണ്. ഈ രണ്ട് സംഭവങ്ങൾ അന്വേഷിക്കുകയാണ് നമ്മുടെ നായകൻ. അപ്പോൾ ഈ കാണാതായ വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞോ, ഈ കൊലപാതകി ഈ പെൺകുട്ടിയെ കൊന്ന ആരാണെന്ന്, ആ കൊലപാതകിയെ കണ്ടെത്താൻ കഴിഞ്ഞോ എന്നുള്ളതാണ് സിനിമയുടെ മൊത്തം സ്റ്റോറി എന്ന് പറയുന്നത്. 2 മണിക്കൂർ കൂടുതൽ സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. തമിഴ് സിനിമയാണ്. സിനിമയുടെ പേര് വരുന്നത് ഒരു നൊടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്രൈം ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന നല്ലൊരു സിനിമയാണ്. ഒരു ലോ ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ടാണ് കാണാൻ കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ കുറച്ച് പോരായ്മകളുണ്ട് സിനിമയിൽ. അതൊന്നും ഒരു കൊച്ചു ചിത്രം എന്നുള്ള ആ ഒരു ഇതിൽ സമീപിക്കുകയാണെങ്കിൽ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും ഈ സിനിമ. കാസ്റ്റിങ്ങിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അതാണ് ഈ സിനിമയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ആ കാസ്റ്റിങ്ങിൽ പോരായ്മ. നായകൻ തന്നെ നായകൻ്റെ ആ ഡബ്ബിങ് ഒക്കെ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി. എനിക്ക് അതിലൊരു ഇതായി തോന്നിയില്ല നായകൻ്റെ ഡബ്ബിങ്ങും കാര്യങ്ങളൊന്നും. പക്ഷേ നല്ല സസ്പെൻസ് ഉണ്ട്. ലാസ്റ്റേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ സംഭവം എന്നുള്ളത്. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നതുകൊണ്ട് ഓരോരുത്തരെ പിടിക്കുന്ന സമയത്ത് ഇയാളാണോ കൊലപാതകി എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ വരും. ആ സംഭവം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അവസാനം നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ഒരു നൊടി എന്ന സിനിമ. തമിഴിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടെക്നിക്കലി കുറച്ച് പോരായ്മകൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും അതൊക്കെ നല്ല രസകരമായി തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇമോഷണലി കണക്ട് ആവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ എനിക്കൊരു സംഭവം തോന്നിയ ഒരു ചെറിയൊരു ലവ് ട്രാക്ക് വരുന്നുണ്ട്. അത് കുറച്ച് ലെങ്ത്, അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയാൽ മതിയായിരുന്നു എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ക്രൈം ത്രില്ലർ സിനിമകളിലൊക്കെ ഈ ലവ് ട്രാക്ക് കൂടി കയറി വരുമ്പോൾ ഒരു കല്ലുകടിയായിരിക്കും. എനിക്ക് പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ക്രൈം ത്രില്ലർ സിനിമ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയാണ് ഒരു നൊടി എന്ന് പറഞ്ഞ സിനിമ. നായകന്റെ പെർഫോമൻസ് ആയിരുന്നു കുറച്ചെങ്കിലും ഒരു മോശം എന്നല്ല, നായകന്റെ ആ ഒരു ഡബ്ബിങ്ങും അതാണ് സംഭവം. എനിക്ക് വലിയൊരു വർക്കാണ് പോയത്. സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് വർക്കായിട്ടുണ്ട് സിനിമ. ഒരു തവണ കണ്ടു നോക്കാവുന്ന, ഇതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു നൊടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.